ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീക്ക് എടുത്തിട്ടുള്ള ട്രേഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ട്രേഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എടുത്ത ട്രേഡ്സ് എല്ലാം നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഷെയറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടെലഗ്രാം കമ്മ്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ മെന്റർഷിപ്പും ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആൻഡ് വാട്സപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. മൺഡേ നമുക്ക് ട്രേഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റും കാര്യങ്ങളെല്ലാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, എടുത്ത ട്രേഡ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാം. മൺഡേ നമുക്ക് ട്രേഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ലെവൽസിലേക്കുള്ള റൺസിന് ശേഷം ഒരു റിവേഴ്സലായിരുന്നു. ബട്ട് ഈ ഒരു റിവേഴ്സൽ നമുക്ക് ഈ ഒരു ഏരിയ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ലോസ് എല്ലാം എടുക്കുന്ന രീതിയിൽ ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തായിരുന്നു. ബട്ട് നമുക്ക് ഈ ഒരു ഏഷ്യയുടെ ഹൈസ് എടുത്തിട്ടുള്ള ഒരു റിവേഴ്സലായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവൽസ്. ബട്ട് നമുക്ക് പ്രൈസ് അതിന് മുമ്പേ തന്നെ റിവേഴ്സലും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് ടൈപ്പ് എൻട്രികളായിട്ട് പ്രൈസ് അപ് സൈഡിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട്. ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി വരെ എടുക്കുന്നത് നമുക്ക് അന്ന് ട്രേഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ന്യൂയോർക്കിൽ ഒരു ട്രേഡ് പുഷ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റിന്. ബട്ട് നമുക്ക് ആ ഒരു ട്രേഡോ കാര്യങ്ങളൊന്നും എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പ്രൈസ് അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഡേ ലോ, ഇതായിരുന്നു പ്രീവിയസ് ഡേ ലോ വന്നിട്ടുണ്ടായ രീതിയിൽ മൂവ്മെന്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ആ ഒരു ദിവസം ട്രേഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചൊവ്വാഴ്ച നോക്കുന്ന സമയത്ത് ചൊവ്വാഴ്ച നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏഷ്യയുടെ ഹൈ ലെവൽസിലേക്ക് പോയിട്ടാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു സീപ്പും കാര്യങ്ങളും ബ്രോക്കർ അക്കൗണ്ടിലും അതായത് ഫണ്ടർ അക്കൗണ്ടിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ശേഷം ഈ ഒരു റെഡ് ക്യാൻഡിൽ വന്ന സമയത്ത് ഒരു റിട്രേസ്മെന്റ് ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്തായിരുന്നു ഞാൻ ട്രേഡ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഒരു 2 പിപ്പ് മുകളിലോട്ടായിട്ടായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്ത ഈ ഒരു ലെവലിൽ ടാപ്പ് ചെയ്ത് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ലോസ് എടുക്കുന്ന രീതിയിലുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ബട്ട് പ്രൈസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു മാനിപ്പുലേഷൻ ആയിരുന്നു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പ്രൈസ് അപ് സൈഡിലേക്ക് പോയി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു എസ് പോകുന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആ കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവൽസ് നിന്നായിരുന്നു. എക്സാക്ട് ആയിട്ട് ഈ ഒരു ഡൗൺ ക്ലോസിൽ വന്ന സമയത്താണ് ട്രേഡ് എടുത്തിട്ടുണ്ടായത്. അതിനുശേഷം ഈ ഒരു രീതിയിലുള്ള മൂവ്മെന്റും കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ് പ്രോപ്പറായ ലെവൽ തന്നെ എക്സിറ്റ് ചെയ്യും. നമ്മൾ ആ ഒരു മാനിപ്പുലേഷൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഓഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ഡിസ്പ്ലേസ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 1 hour ലെവലെല്ലാം ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഇൻവേർഷൻ എന്നുള്ള രീതി 5 minutes കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റീപ്രൈസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രൈസ് ഇമ്പൾസീവ് ആയി വന്നിട്ട് നമ്മൾ ആ ഒരു ടാർഗറ്റും കാര്യങ്ങളും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1:2 ട്രേഡ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായത്. നമുക്ക് ഈ ഒരു ലോ വരെ നോക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഞാൻ 1:2 തന്നെ ബുക്ക് ചെയ്ത് മാറാറുണ്ട്. എൻ്റെ കൂടുതൽ ട്രേഡ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. 1:2 തന്നെ ഞാൻ ബുക്ക് ചെയ്ത് മാറാറുണ്ട്. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്തു. കൺസോൾട്ടേഷനും കാര്യങ്ങളും ശേഷം ന്യൂയോർക്കിൽ വീണ്ടും ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ട്രേഡോ കാര്യങ്ങളൊന്നും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ശേഷം റിട്രേസ്മെന്റ് ട്രേഡും കാര്യങ്ങളും നോക്കാൻ പറ്റുമായിരുന്നു ഈ ഒരു ഏരിയാസ് എന്നല്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് ബുധനാഴ്ച നോക്കാം. ബുധനാഴ്ച ഇതേപോലെ തന്നെ ഈ ഒരു പ്രൈസ് ഡൗൺ സൈഡ് വന്നു, കൺസോൾട്ടേഷൻ ചെയ്തു. ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേ ലോ എല്ലാം സ്വീപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ടത്. ഇവിടെ ബൈ സൈഡിൽ കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഹയർ ടൈം ഫ്രെയിമിലൊരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയാസിൽ. ഓക്കെ, ഞാൻ 1 hour കാണിച്ചു തരാം. വൺ അവറിൽ നമുക്ക് ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ലെവൽ ഉണ്ട്. കണ്ടോ, ഈ ഒരു വിക്ക് കണ്ടോ, ഇതൊരു റിജക്ഷൻ ബ്ലോക്ക് ആണ്. പ്രൈസ് ഈ ഒരു ഏരിയയിൽ വന്ന ശേഷം ഡൗൺ സൈഡിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ്സ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദിവസത്തെ അനാലിസും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടോ, ഈ ഒരു -RB ലെവലിൽ നിന്ന് ഷോർട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റിജക്ഷൻ ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ അപ്സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. -RB 1 hour എന്നിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയാസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു PDRS ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യാന്നുള്ള പ്ലാനും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ആ ഒരു എക്സ്പെക്റ്റഡ് മൂവ്മെന്റും കാര്യങ്ങളും ഒരു റിവേഴ്സൽ വന്ന സമയത്ത് ഞാൻ ഇമ്പൾസീവായ ട്രേഡും കാര്യങ്ങളും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസൺ ഇത്രയേ ഉള്ളൂ, നമുക്ക് ആ ഒരു DXY SMT എന്നുള്ള രീതിയിൽ ഓൾറെഡി MSS കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇമ്പൾസീവായിട്ട് ആ ഒരു ഏരിയയിൽ എൻട്രിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് അതിന് ശേഷം കുറച്ച് നമ്മൾ ആ ലെവൽസിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തു. പ്രൈസ് വീണ്ടും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ സമയത്ത് ഞാൻ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 0 ലോസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഒരു ട്രേഡ് ടീപ്പ് അടിക്കുന്ന രീതിയിലൊരു മൊമെന്റ് ആയിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലുള്ള ഒരു മൊമെന്റ് ആയിരുന്നു നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ്സിലേക്ക് പോവാം. ഓക്കെ, നല്ലൊരു ട്രേഡായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും റിട്രേസ്മെന്റ് വന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ലോ ലെവൽസിലേക്കുള്ള റണ്ണായിരുന്നു. പ്രൈസ് വീണ്ടും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്സൈഡിലേക്ക് പോയി ഡിസ്പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് ഇവിടെ വന്ന സമയത്ത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഓപ്പണിംഗിൽ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൈസ് ലെവൽസിലായിരുന്നു പ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1:2 ട്രേഡ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ആ ഒരു ട്രേഡ് ഷെയറും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷമായിരുന്നു അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ എൻ്റർ ചെയ്തു, ഈ ഒരു ലെവൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു നൈസ് ട്രേഡ് ആയിരുന്നു. ഒരു ദിവസം നമുക്ക് 2 ട്രേഡ് ഉണ്ടായിരുന്നു. 2 ട്രേഡ് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ആയിരുന്നു. എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ബയാസും കാര്യങ്ങളും പ്ലേ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബുധനാഴ്ച നോക്കുന്ന സമയത്ത് ബുധനാഴ്ച ട്രേഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ലണ്ടൻ നോക്കുന്ന സമയത്ത് ഒരു ചോപ്പി ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു. നമ്മൾ ആ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു ഹൈ സൈഡിൽ എടുത്ത റിവേഴ്സൽ ആണെന്നുണ്ടെങ്കിൽ PDRA ബേസ് ചെയ്തിട്ടും അതുപോലെ ബൈ സൈഡിൽ കുടിച്ച് ബേസ് ചെയ്തിട്ടും ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ലോസ് ടാർഗറ്റ് ചെയ്യാമെന്നായിരുന്നു. ഓക്കെ, പക്ഷെ ആ രീതിയിൽ മൊമെന്റും കാര്യങ്ങളൊന്നും സ്ലോ ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു കാണിച്ചു തന്നിട്ടുണ്ടായത്. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നമുക്കൊരു ഇൻവേർഷൻ ഉണ്ട് 5 മിനിറ്റ്സിൽ. ആ ഒരു ഇൻവേർഷൻ ഏരിയയിൽ വന്നതിന് ശേഷം പ്രൈസ് ഡിസ്പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് റിട്രേസ്മെന്റ് വന്നതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവൽസിലേക്ക് റിട്രേസ്മെന്റ് വന്നു. ഈ ഒരു ഗ്രീൻ ക്യാനൽ റിട്രേസ്മെന്റ് വന്നു, പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് ഞാൻ പ്ലേസ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ബട്ട് പുറത്തായതുകൊണ്ട് തന്നെ ഞാൻ ന്യൂയോർക്ക് കൂടുതലും ആ ഒരു ടൈം ജിം ആ ഒരു ടൈമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ട്രേഡും കാര്യങ്ങളൊന്നും പുഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ബുധനാഴ്ച നോക്കുന്ന സമയത്ത് നമ്മൾ ട്രേഡോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, വ്യാഴാഴ്ച നോക്കുന്ന സമയത്ത് ഇന്നലെ നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഡെയിലി ടൈം ഫ്രെയിം കാണിക്കാം. ഡെയിലി ടൈം ഫ്രെയിം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് ഡൗൺ സൈഡിലേക്ക് റിട്രേസ്മെന്റ് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രീം ഏരിയയിൽ ഒരു ബേസിക് ആയിട്ട് ഈ ഒരു പ്രീം ഏരിയയിൽ വന്നതിന് ശേഷമുള്ള റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള PDRAസിലേക്ക് ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷോർട്ട് ടൈം ആയിട്ട് റിവേഴ്സൽ വരുത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു റിവേഴ്സൽ നമുക്ക് എടുക്കാന്നുള്ള പ്ലാനും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടാണ് 5 മിനിറ്റ്സിൽ നമ്മളൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു കൺസോൾട്ടേഷൻ ആണ്. കൺസോൾട്ടേഷൻ മാനിപ്പുലേഷൻ AMD സെറ്റപ്പ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായത്. കൺസോൾട്ടേഷൻ, അതിനുശേഷം ഈശയുടെ ഹൈസ് എടുക്കുന്നു, ഡൗൺ സൈഡിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. ഇവിടെ ഇൻവേർഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ഹൈസ് ഇത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു ഹൈ ആണ്. ഒരു ചേഞ്ച് സ്റ്റേറ്റ് ഫുഡ് ഡെലിവറി വന്നിട്ടുള്ള ഒരു ഹൈ ആണ്. ആ ഒരു ഹൈന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇൻ കേസ് നമ്മൾ ആ ഒരു ലെവൽസിൽ എൻട്രി എടുത്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസും കാര്യങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ട്രേഡും കാര്യങ്ങളും ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായതിനു ശേഷം നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് എൻ്റർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്, ടാർഗറ്റ് ഇവിടെ വെക്കാന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തു, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ ഒരു ട്രേഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് നോക്കലാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ 4 ട്രേഡ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 4 ട്രേഡ്സ് നമ്മൾ പുഷ് ചെയ്യും. വളരെ കുറച്ച് ട്രേഡ്സ് മാത്രമേ നമ്മൾ പുഷ് ചെയ്യാറുള്ളൂ. ലണ്ടനിലാണ് കൂടുതലും ട്രേഡ് പുഷ് ചെയ്യാറുള്ളത്. ന്യൂയോർക്ക് നമ്മൾ നോക്കാറുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ലണ്ടനിലെ ട്രേഡ്സ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു വീക്കിൽ 1, 2, 3 പ്രോഫിറ്റബിൾ ട്രേഡ്സും ഒരു ലോസ് ട്രേഡുമാണ് നമുക്കുള്ളത്. ഇന്ന് ഫ്രൈഡേ കാര്യമായിട്ട് ട്രേഡ്സോ കാര്യങ്ങളോ നോക്കുന്നില്ല. ഓക്കെ, നമുക്ക് ആ ഒരു രീതിയിലുള്ളൊരു മൊമെന്റം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ അവോയ്ഡ് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത്. ഓക്കെ, ഈ ഒരു വീക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഓവറോൾ നമ്മളൊരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് ബുക്ക് ചെയ്ത് മാറിയിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ലോജിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി രാവിലെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മൾ ആ ഒരു ട്രേഡ് അപ്ഡേറ്റ്സ് എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മുടെ യൂഡെമിയിലും ക്ലാസ്സസ് ഉണ്ട്. ആ ഒരു ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് മനസ്സിലാക്കാനും പഠിക്കാനും ഒരു സ്ട്രാറ്റജീസും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അതേപോലെ എന്തെങ്കിലും റിലേറ്റഡ് ആയ വീഡിയോസ് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.